ഓക്കെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്താണ് നോഡ് ജെ എസ് എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് എന്താ നോഡ് ജെ എസ് നമ്മളവിടെ യൂസ് ചെയ്യല് സെർവർ സൈഡ്, അതായത് ബാക്ക് എൻഡിൽ നമ്മൾ നോഡ് ജെ എസ് നമ്മൾ യൂസ് ചെയ്യല്. അപ്പോൾ നോഡ് ജെ എസ് എന്താണ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വരുന്ന ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് നോഡ് ജെ എസ്. നോഡ് ജെ എസ് ആണ് റൺ ടൈം എൻവിറോൺമെന്റ്, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ റൺ ടൈം എൻവിറോൺമെന്റ് ആണ്. അതായത് ഗൂഗിളിന്റെ V8 എൻജിൻ യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ റണ്ണിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. അത് നമ്മൾ വിൻഡോസിന്റെ അകത്തായാലും മാക് ആയാലും ലിനക്സ് ആയാലും എല്ലായിടത്തും നമുക്ക് എന്താ നോഡ് ജെ എസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഓപ്പൺ സോഴ്സും ആണ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് ജെ എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ജാവാസ്ക്രിപ്റ്റ് ഇറങ്ങിയ ബ്രൗസറിന്റെ അകത്താണ് റൺ ആവില്ല. നോഡ് ജെ എസ് ആണെങ്കിൽ നമുക്ക് ബ്രൗസറിന്റെ പുറത്ത് റണ്ണാക്കാം. അതുകൊണ്ടാണ് ഇതിന് സെർവർ സൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, പിന്നെ നോഡ് ജെ എസിന്റെ ആർക്കിടെക്ചർ ഫണ്ടമെന്റൽസ്, ഇവന്റ് ഡ്രൈവൺ ആർക്കിടെക്ചർ. അതായത് നോഡ് ജെ എസ് എന്ത് ചെയ്യും, ഇവന്റ് ലൂപ്പ് യൂസ് ചെയ്യും. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നമില്ലാതെ നടക്കാൻ വേണ്ടിയിട്ട് നോഡ് ജെ എസ് എന്ത് ചെയ്യും, ഇവന്റ് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നത്. പിന്നെ അതാണ് നോൺ ബ്ലോക്കിംഗ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്, എഫിഷ്യൻസി നമ്പർ യൂസേജ്, ഈവൻ എമിറ്റേഴ്സ് ആൻഡ് ലിസണേഴ്സ്. ഓക്കെ, പിന്നെ സിംഗിൾ ത്രെഡഡ് മോഡൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ത്രെഡ് ആയിരിക്കും കംപ്ലീറ്റ് ഉള്ള ജാവാസ്ക്രിപ്റ്റിന്റെ എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് ഇത് സിംഗിൾ ത്രെഡ് മോഡൽ എന്ന് പറയാൻ കാരണം. ഓക്കെ, പിന്നെ നമ്മൾ അസിൻക്രണസ് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോഡ് ജെ എസിൽ എങ്ങനെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, VS കോഡ് ഓപ്പൺ ആക്കണം. ഓക്കെ, VS കോഡ് ഓപ്പൺ ആക്കി അതിൻ്റെ അകത്തൊരു നോഡ് എന്നുള്ളൊരു ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് VS കോഡ് ഓപ്പൺ ആക്കിയത്, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, index.js. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോഡ് ജെ എസ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് നോഡ് ജെ എസ് ഡൗൺലോഡ് നടക്കാം. അപ്പോൾ നോഡ് ജെ എസ് ഓർജ് ഡൗൺലോഡ് എന്നുള്ളൊരു പാത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, വിൻഡോസ് ഇൻസ്റ്റാളർ MSI എന്നുണ്ടാവും, ഇത് ഇൻസ്റ്റാൾ ആക്കാം. ഇത് ഡൗൺലോഡ് ആയി ഒക്കെ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് റെഡി ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ CMD കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നോഡ് -v എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയ നോഡ് ജെ എസിന്റെ വെർഷൻ ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം, നോഡ് നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആക്കാൻ പോകണം. ഓക്കെ, ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെക്ക് അല്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ index.js എന്ന ഫയൽ ക്രിയേറ്റ് ആയി, അതിനകത്ത് ജസ്റ്റ് ഒരു കൺസോൾ ലോഗ് കൊടുക്കുന്നുണ്ട്, ഹലോ വേൾഡ് എന്നാണ് ഇത് കൊടുത്തു. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ന്യൂ ടെർം ഇൻസ്റ്റാളേഷൻ ഒക്കെ നമ്മൾ കറക്റ്റായി എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നോഡ് ജെ എസ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ആക്കി നമുക്ക് നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നോഡ് സ്പേസ് ഫയൽ നെയിം എന്താണ് index.js. അപ്പോൾ എന്തായി, ഹലോ വേൾഡ് എന്നുള്ള കൺസോളൊക്കെ പ്രിന്റ് ആയി. അപ്പോൾ നോഡ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള നോഡ് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു, ഇവന്റ് ലൂപ്പ് എന്താണ്, അതായത് ആർക്കിടെക്ചർ പറഞ്ഞപ്പോൾ നമ്മൾ ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇവന്റ് ലൂപ്പ് എന്താണെന്ന്, അത് എങ്ങനെ വർക്കിംഗ് എങ്ങനെയാണ്, അതൊക്കെ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ സ്ക്രീൻഷോട്ട് ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ലൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ. അതായത് ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞാൽ സിൻക്രണസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എന്തായാലും ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആയാലും. ജസ്റ്റ് ചെക്ക് ചെയ്യാനാണെങ്കിൽ ലൈൻ ബൈ ലൈൻ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ, ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്തായാലും ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആവില്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ഡാറ്റാബേസിൽ നിന്ന് ഒരു കുറേ ഡാറ്റ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റകൾ എന്താണോ കുറേ ടൈം എടുത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എന്തെയില്ല, സിൻക്രണസ് പ്രോഗ്രാമിംഗ് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെക്ഷൻ മാത്രം നമ്മൾ അസിൻക്രണസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ,
അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും ഇതിനൊക്കെ നമ്മൾ എന്തായാലും ഈ ഇവന്റ് ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരാണ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻ എന്ന് പറഞ്ഞ സെക്ഷൻ. ഇതിൻ്റെ അകത്ത് ഹീപ്പിൻ്റെ അകത്താണ് നമ്മൾ എന്തുണ്ടാല് നമ്മളെ കോഡും, അതായത് നമ്മളെ വേരിയബിൾ ക്രിയേഷൻ, നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത കോഡ്, വേരിയബിൾസ്, ഫങ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹീപ്പിൻ്റെ അകത്ത് ഉണ്ടാവില്ല. കോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അസിൻക്രണസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫങ്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് കോൾ സ്റ്റാക്കിലോട്ട് വെക്കണം. കോൾ സ്റ്റാക്കിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോർ ആവും. ഓക്കെ, എന്നിട്ട് ഇതെന്ത് ചെയ്യും, ഇതിന് ഓരോന്ന്, അതായത് എന്തൊക്കെയാ ചെക്ക് ചെയ്യും, ഇതിന് ഓരോന്നും എന്ത് ചെയ്യും, വെബ് ആപ്പിലായിട്ട് പോകും. വെബ് ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അസിൻക്രണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ വെബ് APIs യൂസ് ചെയ്യണം. എന്നിട്ട് വെബ് APIs വന്നിട്ട് എന്ത് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ അവന് ടൈമർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ക്യൂവിലോട്ട് പുഷ് ചെയ്യും. ഓക്കെ, ക്യൂവിലോട്ട് എന്ത് ചെയ്യും, ഒരു ഡാറ്റ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവന്റ് ലൂപ്പ് ഉണ്ട്. ഇവന്റ് ലൂപ്പ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യും ക്യൂവിൽ എന്തെങ്കിലും ഡാറ്റ, ഏതെങ്കിലും പ്രോസസ്സ് കഴിഞ്ഞ് കിടക്കുന്നുണ്ടോ, ഏതെങ്കിലും കംപ്ലീറ്റ് ആയി വന്ന് കിടക്കുന്ന ഇവന്റ് ലൂപ്പ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഫൈൻഡ് ചെയ്ത് ക്യൂവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നേരെ എടുത്താണ് ഇവന്റ് ലൂപ്പ് തിരിച്ച് കോൾ സ്റ്റാക്ക് തന്നെ കൊടുക്കും. ഓക്കെ, അപ്പോൾ കോൾ സ്റ്റാക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് ഔട്ട്പുട്ട് കിട്ടിയത്, ആ ഔട്ട്പുട്ട് അവിടെ എന്തായിക്കോളും, നമുക്ക് കിട്ടിക്കോളും. ഇങ്ങനെ നമ്മൾ അസിൻക്രണസ് ആയിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യല്, ഇവന്റ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവന്റ് ലൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നോഡ് ജെഎസിന്റെ കുറച്ച് ഫണ്ടമെന്റൽസ് ഉണ്ട്. അതായത് കുറെ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറെ മൊഡ്യൂൾസ് ഉണ്ട്. FS മൊഡ്യൂൾ, അതായത് ഫയൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ OS, അത് നമ്മൾ സിസ്റ്റത്തിന്റെ റിക്വയർമെന്റ്സ് കാണുന്നൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ HTTP മൊഡ്യൂൾ, അത് HTTP യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും നോഡ് ജെഎസിന്റെ അകത്ത് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യലും. അപ്പൊ ഇതൊക്കെ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. നോഡ് ജെഎസിന്റെ ഇതൊക്കെ എങ്ങനെ ചെയ്യല് എന്തൊക്കെയാന്നുള്ളതൊക്കെ. ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇൻബിൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾസിന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. കോൺസ്റ്റ്, ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പം ഫയൽ സിസ്റ്റം FS തന്നെ കൊടുക്കുകയാണ്. റിക്വയറിന്റെ അകത്ത് വന്നിട്ട് എന്തോ നമുക്ക് വേണ്ടത് നോക്കാം. ഓക്കെ, FS മൊഡ്യൂളാണ് അപ്പോൾ അതിനെടുത്തത്. ഇതൊരു മൊഡ്യൂളാണ്. അതേപോലെ തന്നെ എന്തുണ്ട്, വേറെ മൊഡ്യൂൾ പാത്ത്, അത് നമ്മൾ കറണ്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എന്തായാലും നമ്മൾ കറണ്ട് നിൽക്കുന്ന പാത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പാത്ത് എന്നുള്ള മൊഡ്യൂളിൻ്റെ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെയാണ് OS ആണ്. ഇതൊക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾസ്, നമുക്കൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നതാണ് HTTP. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നും അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യല്. അപ്പോൾ ഫയൽ സിസ്റ്റം യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഫയലിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ FS മൊഡ്യൂൾ വെച്ച് നടക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോവാണ് ഒരു ഫയൽ എങ്ങനെ നോഡ് ജെഎസിനകത്ത് FS മൊഡ്യൂൾ വെച്ച് റൈറ്റ് ചെയ്യാൻ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ FS മൊഡ്യൂൾ ഡോട്ട് റൈറ്റ് ഫയൽ എന്നൊരു മെത്തേഡ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് ഇവിടെ FS ഡോട്ട് റൈറ്റ് ഫയൽ, നമ്മളെ ഫയൽ നെയിം എന്താ കൊടുക്കുക, ഹലോ നോഡ് എന്നുള്ള കൊടുത്തു. ഓക്കെ, ജസ്റ്റ് കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ഇതിനകത്ത് എന്ത് ചെയ്യാം, എറർ ആണോ എല്ലാം ചെക്ക് ചെയ്യാം. എറർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ത്രോ ചെയ്യുക, അല്ലെങ്കിൽ ഫയൽ സേവ്ഡ് എന്നുള്ള മെസ്സേജ് കൊടുക്കുക. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെ വർക്ക് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. വേറെ FS ഡോട്ട് റൈറ്റ് ഫയൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഹലോ ഡോട്ട് ടെക്സ്റ്റ് ഫയൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോം ഇട്ടിട്ട് എഴുതുന്നുണ്ട് ജസ്റ്റ് ഹലോ
ഓക്കെ, ഹലോ നോഡ് ജെ എസ് വേൾഡ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഫയൽ സേവ് ആയിക്കണോ അതെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കും. കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ആദ്യ ഫംഗ്ഷൻ ചെയ്താൽ ഓക്കെ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എറർ എന്നുള്ള വാല്യൂ കൊടുക്കാം. നമ്മൾ ചെക്ക് ചെയ്യാം എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ എറർ നമുക്ക് ത്രോ ചെയ്ത് കൊടുക്കാം, എമിറ്റ് ചെയ്യാം. ഇനി എറർ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുക്കാം. ഓക്കെ, ആ fs ഡോട്ട് റൈറ്റ് ഫയൽ hello.txt ഇതാണ് നമ്മളെ ഫയൽ നെയിം വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് കണ്ടന്റ് ചെയ്തത് എന്താന്നുള്ളത് സെക്കൻഡ് ആയിട്ട് പറഞ്ഞിട്ട് ഹലോ നോട്ട് ജെഎസ് വേൾഡ് പറഞ്ഞിട്ട് പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് വന്നിട്ട് റൺ ചെയ്ത് നോക്കാം. നോഡ് സ്പേസ് ഇൻഡെക്സ് ഡോട്ട് ജെഎസ്. ഓക്കെ, നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹലോ ഡോട്ട് ടെക്സ്റ്റ് എന്നൊരു ഫയൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എന്തുണ്ട്, ഹലോ നോട്ട് ജെഎസ് വേൾഡ് എന്നുള്ളൊരു എന്തും കൂടി ഉണ്ട്, ടെക്സ്റ്റ് നമ്മൾ എഴുതി കൊടുത്ത ടെക്സ്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മൾ പുതിയ ഫയൽ ക്രിയേറ്റ് ആക്കി അതിലൊരു ടെക്സ്റ്റ് കൊടുത്തു. നമ്മൾ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ആക്കിയ ഫയലിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, വേറെ കുറച്ചുകൂടി ഡാറ്റസ് നമുക്ക് ആഡ് ആക്കണം. അപ്പോൾ അതെങ്ങനെ നോക്കാം, fs ഡോട്ട് അപ്പൻഡ് ഫയൽ നമ്മളെ ഏതിലോട്ട് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യണേ, നമ്മളെ ഫയൽ നെയിം ഇതാണ് ഹലോ ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ലൈൻ സ്കിപ്പ് ചെയ്യും. അതിന് ന്യൂ ലൈനിന് നമ്മളതിൽ സ്ലാഷ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇനി ന്യൂ എൻട്രി ടെക്സ്റ്റ് എന്നുള്ള ജസ്റ്റ് കൊടുക്കാം. ഓൺ ചെയ്യലും പോലെ കോൾ ബാക്ക് ചെയ്താൽ, അതായത് ആരോ ഫംഗ്ഷൻ ചെയ്ത് അതിൻ്റെ എറർ എന്നുള്ള വാല്യൂ കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇഫ് കണ്ടീഷനകത്ത് എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ത്രോ ചെയ്യാം. ആ എറർ എന്ത് ചെയ്യാം, ത്രോ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കൺസോൾ ലോഗ് കൊടുക്കാം. അപ്പൻ്റെ സക്സസ്ഫുൾ ആണ്. ഇവിടെ ആരെങ്കിലും ശ്രദ്ധിക്കണം, ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം അടുത്ത ക്ലാസ്സിലൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എറർ ഹാൻഡിലിങ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന കൺസെപ്റ്റാണ് ഇപ്പം നമ്മൾ ചെയ്തല്ലോ, കോൾ ബാക്ക്. അതിനകത്ത് എന്തെങ്കിലും ഡാറ്റ എറർ ഉണ്ടെങ്കിൽ നമ്മൾ ത്രോ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ മെസ്സേജ് കാണിക്കണം. ഇത് നമ്മൾ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയും. ഒരു പോർഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കോഡ് വർക്കാവും. ഓക്കെ, നമ്മൾ എറർ ഹാൻഡിലിംഗ്, ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ കാരണം എറർ വന്നിട്ടുണ്ടെങ്കിൽ എറർ എന്താ മനസ്സിലാവുന്നത് നമ്മൾ ഇത്ര പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, ഇതൊരു മെത്തഡാണ്. ഇതിനാണ് കോൾ ബാക്ക് യൂസ് ചെയ്ത് നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യാറുള്ളത്. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എറർ ഹാൻഡിലിംഗ് പറയുമ്പോൾ ഇതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, എങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടാവുന്നുള്ളത്. ഓക്കെ, ഒന്ന് റണ്ണാക്കി വെക്കാം. ഓക്കെ, അപ്പൻഡ് സക്സസ്ഫുൾ ഫയൽ സേവ്ഡ് സക്സസ്ഫുൾ. നോക്കാം, ഹലോ നോട്ട് ജെഎസ് വേൾഡ് അവിടെ നമ്മളിലുള്ള ടെക്സ്റ്റ് ആണ് അത്. പിന്നെ ന്യൂ എൻട്രി ടെക്സ്റ്റ്, അത് നമ്മൾ രണ്ടാമത്തെ അപ്പൻഡ് ചെയ്തപ്പോൾ കൊടുത്തതാണ് ന്യൂ എൻട്രി ടെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് എന്തായാലും ഈ നോട്ട് ജെഎസിൻ്റെ അകത്ത് എഫ് മോഡലിനകത്ത് റൈറ്റ് ചെയ്യലും അപ്പൻഡ് ചെയ്യലും. ഇനി റീഡ് എങ്ങനെ ചെയ്യലും നോക്കാം. ഓക്കെ ഓക്കെ, ഒരു ഫയൽ റീഡ് ചെയ്യാനുള്ള മെത്തേഡാണ് fs ഡോട്ട് റീഡ് ഫയൽ. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട കണ്ടന്റ് ഹലോ ഡോട്ട് ടെക്സ്റ്റിന് കൊടുത്തു. പിന്നെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ആ ടെക്സ്റ്റ് ഫയലിൻ്റെ ഫോർമാറ്റാണ്. ഇവിടെ നമുക്ക് കുറേ കാണാൻ പറ്റും, UTF-8, അതിന് ASCII ബേസ് 64 ബൈനറി എക്സ് എന്ന് പറയുന്നുണ്ട്. നമ്മളിത് കൊടുക്കണം UTF-8 എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ കൊടുക്കണം. ഇത് നോർമലി ചെയ്യണ പോലെ
ഒരു കോൾ ബാക്ക്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തുണ്ടാവും, ഒരു ഡാറ്റയും കൂടി ഉണ്ടാവും. കാരണം നമ്മളിത് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, റീഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരു ഡാറ്റ കിട്ടും. ഈ ഡാറ്റൻ്റെ അകത്ത് നമ്മൾ ആ ഫയലിലുള്ള കണ്ടൻസ് മൊത്തം ഉണ്ടാവില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എറർ ആണെങ്കിൽ എന്ത് ചെയ്യാം, എറർ ത്രോ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതല്ല കൺസോൾ ലോഗ് ആണ്, അതിൻ്റെ അകത്ത് വന്നിട്ട് ഡാറ്റ, കൺസോൾ ലോഗ് ഡാറ്റ എന്താന്നുള്ളത് ആ ഡാറ്റ കൊടുക്കും. തൽക്കാലം എന്ത് ഈ റീഡിങ് റൈറ്റിങ്ങും അപ്പൻഡിങ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്യാനാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ/ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കോഡ് മൊത്തം കമൻറ്റ് കിടന്നു. ഓക്കെ, നമ്മൾ ഫയൽ റണ്ണാക്കാം. ഓക്കെ, അത് നമ്മൾ ആ ഫയലിലുള്ള ഈ Node.js പോലെ ന്യൂ എൻട്രി ടെക്സ്റ്റ് എന്നുള്ള ഒരു കണ്ടന്റ് എന്തായി, ഇപ്പൊ കൺസോൾ നമ്മൾക്ക് ലോഗ് ചെയ്യിപ്പിക്കാൻ പറ്റി. ഹലോ Node.js വേൾഡ് ന്യൂ എൻട്രി ടെക്സ്റ്റ്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ഫയലിൽ റീഡ് ചെയ്തു. ഓക്കെ, റൈറ്റ് ചെയ്തു, അപ്പം അത് റീഡ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ ഡിലീറ്റ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, അൺലിങ്ക് സിങ്ക് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്ത് നോക്കാം. എന്തായി, hello.txt എന്നുള്ള ഫയൽ എന്തായത് ഒന്ന് റിമൂവ് ആയിപ്പോയി. ഓക്കെ, അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതിന് നമ്മൾ എന്തില്ല, അൺലിങ്ക് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഈ പാത്ത് എന്താണ്, അതായത് OS മോഡ്യൂൾ എന്താണ്, പാത്ത് മോഡ്യൂൾ എന്താണ്, ഇതൊക്കെ എന്താണെന്നുള്ളതൊക്കെ കാണിച്ചത്. ഓക്കെ ഓക്കെ, നമ്മളിവിടെ OSഉം പാത്ത് മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓരോന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നുള്ള ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് യൂസേജ് എന്നുള്ള പറഞ്ഞു തരുന്നത്. ജസ്റ്റ് കൺസോൾ ലോഗ് കൊടുക്കാം, പാത്ത് ഡോട്ട് ബേസ് നെയിം. ബേസ് നെയിമിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഫയൽ നെയിം കൊടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത, അതായത് കോഡ് റണ്ണാക്കുന്ന ഫയലിൻ്റെ ബേസ് നെയിം എന്താന്നുള്ളതാണ് കൺസോൾ ചെയ്യാൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയലിന് ഇപ്പം നമ്മൾ കറന്റ് നിൽക്കുന്ന ഫയലിൻ്റെ ബേസ് നെയിം എന്ത്, index.js. ഇതേപോലെ തന്നെ എന്തുണ്ട്, നമ്മൾ കറന്റിൽ നമ്മൾ നിൽക്കുന്ന ഡയറക്ടറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. പാത്ത് തൊട്ട് dir നെയിം പിന്നെ ഫയൽ നെയിം എന്ന് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ കറണ്ട് നിൽക്കുന്ന ഡയറക്ടറി ഏതാണോ അത് നമുക്ക് ഇവിടെ കൺസോൾ ലോഗ് ആയി കിട്ടി. അതായത് ഈ എടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഏതാണെന്നുള്ളത്. പാത്ത് ഡോട്ട് ext നെയിം ഉണ്ടോ, ഫയൽ നെയിം നമ്മൾ യൂസ് ചെയ്യുന്ന കറന്റ് യൂസ് ചെയ്യുന്ന ഫയലിൻ്റെ എന്തിട്ട് നമുക്ക് എക്സ്റ്റൻഷനും ഇപ്പം നമുക്ക് അവൈലബിൾ ആയി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമുക്ക് എന്തായാലും നമുക്ക് OS മൊഡ്യൂൾസും ഉണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് നോക്കാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി OS നമ്മൾ എന്തുണ്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഗ് ചെയ്യിപ്പിക്കുക OS ഡോട്ട് പ്ലാറ്റ്ഫോം. ഓക്കെ, നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന OSന്റെ പ്ലാറ്റ്ഫോം Windows 32 ആണെന്നുള്ളത് മനസ്സിലായി. ലോഗ് ചെയ്യിപ്പിക്കുക OS ഡോട്ട് എന്ത് കിട്ടും, ടോട്ടൽ മെമ്മറി. നമ്മൾ ഇതിൻ്റെ ടോട്ടൽ മെമ്മറി എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. ഉണ്ടോ എത്ര ടോട്ടൽ മെമ്മറി ഉണ്ടെന്നുള്ളത്. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, ടോട്ടൽ മെമ്മറിൻ്റെ പകരം നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ മെമ്മറി അതും എത്ര ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഫ്രീ മെമ്മറി എത്ര ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യും, അത് നമ്മുടെ അവൈലബിൾ ആയി കാണിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്തുണ്ട് നമ്മളെ OS മൊഡ്യൂൾ ആയാലും പാത്ത് മൊഡ്യൂൾ ആണെങ്കിലൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചെങ്കിൽ HTTP, അതായത് നമ്മൾ Node.js ഒരു സെർവർ ക്രിയേറ്റ് എങ്ങനെ ചെയ്യലെന്നുള്ള നമ്മൾ നോക്കാൻ പോകണം.
ഓക്കെ, ബേസിക് ആയിട്ടുള്ളൊരു സെർവർ അങ്ങനെ നമ്മൾ നോഡ് ജേസിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എന്തുണ്ട്, HTTP മോഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ സെർവർ ക്രിയേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് സെർവർ, പിന്നെ അകത്ത് നമ്മൾ എന്തല്ലേ HTTP മോഡ്യൂൾ യൂസ് ചെയ്ത് സെർവർ ക്രിയേറ്റ് ചെയ്യണം. HTTP ഡോട്ട് ക്രിയേറ്റ് സെർവർ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം, ക്രിയേറ്റ് സെർവറിൻ്റെ അകത്ത് വന്നിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ചെയ്താൽ, ഇപ്പോൾ നമ്മൾ സെർവർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്താ റിക്വസ്റ്റ് ഉണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവും. ആ റിക്വസ്റ്റ് എന്ന് പറഞ്ഞത് സെർവറിലോട്ട് വരുന്ന റിക്വസ്റ്റ്, എന്തൊക്കെ ഡാറ്റാസ് വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടതെന്നുള്ള. റെസ്പോൺസ് പറഞ്ഞത് സെർവർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ റിക്വസ്റ്റ് റെസ്പോൺസ് ആണ്. ഫസ്റ്റ് വരുന്ന റിക്വസ്റ്റ് ഷോർട്ടാക്കി അറിയിക്കുന്നത്, പിന്നെ റെസ്പോൺസിന് ഷോർട്ടാക്കി റെസ്റ്റ് എന്ന് എഴുതി. ഓക്കെ ഓക്കെ ഇനി നോക്കാൻ പോകണം, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, സെർവർ റൺ ആയിക്കണം നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്പോൺസ് ആയിട്ടാണ് പാസ് ചെയ്യും സെർവർ റൺ ആക്കുമ്പോൾ. റെസ് ഡോട്ട് റൈറ്റ് ഹെഡ് എന്നുള്ള മെത്തേഡ്, ഇതിനകത്ത് നമ്മൾ ഈ 200 എന്നുള്ളത് സ്റ്റാറ്റസ് കോഡാണ്. അതായത് ട്രൂ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക 200 കൊടുക്കൽ, ഫോൾസ് ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും 4000 ടു അല്ല 400 ടു 500 ആ സംതിങ് വരെ എന്താണ് ഫോൾസ് വാല്യൂ, അത് എറർ വാല്യൂ സാധനങ്ങൾക്കാണ്. ഓക്കെ, 200 പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ വാല്യൂ ആണ്. സെർവർ ക്രിയേറ്റ് ചെയ്ത് അല്ല റിക്വസ്റ്റ് അല്ല റെസ്പോൺസ് സക്സസ്ഫുൾ എന്നുള്ളത് ഇതാണ് കാണിക്കുന്നത്. ഓക്കെ, കണ്ടന്റ് ടൈപ്പ്, ഓക്കെ കണ്ടന്റ് ടൈപ്പ് പറഞ്ഞു കൊടുക്കാണ്. എന്താണ് ടെക്സ്റ്റ് പ്ലെയിൻ എന്നുള്ള പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണ്ടന്റ് എന്താന്നുള്ളത് നമ്മൾ എഴുതാം. ടെക്സ്റ്റ് പ്ലെയിൻ്റെ പകരം HTML ആക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ C ക്യാപിറ്റൽ ആണോ എന്ന് തോന്നുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് റെസ്പോൺസ് റൈറ്റ് തീർക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് എന്നുള്ളൊരു മെസ്സേജ് കൊടുത്തു. റൈറ്റിൻ്റെ പകരം നമുക്ക് എന്താ കൊടുക്കാം, എൻഡ് എന്ന് കൊടുക്കാം. അതോ എന്തായാലും ഇവിടെ വെച്ചിട്ട് ഓട്ടോമാറ്റിക് എൻഡ് ആയിക്കോളും, നെക്സ്റ്റുള്ള കാര്യങ്ങൾക്ക് പോവില്ല. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഇപ്പോൾ നമ്മൾ ലിസൺ ചെയ്യിപ്പിക്കണം. അത് സെർവർ നമ്മൾ എന്തിനാ ഓപ്പൺ ആക്കി കൊടുക്കണം ഒരു പോർട്ട്. അപ്പോൾ സെർവർ ഡോട്ട് ലിസൺ, ഇപ്പോൾ 3000 പോർട്ട് ഓപ്പൺ ആക്കി കൊടുത്ത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കാം. പിന്നെ അത് ജസ്റ്റ് എന്ത് ചെയ്യാം, കൺസോൾ ലോഗിനകത്ത് ലോഗ് കൊടുക്കാം, സെർവർ റണ്ണിങ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഫയൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ സെർവർ റൺ ആയിട്ടുണ്ട്. ഓക്കെ, അതിന് കാര്യങ്ങൾ സെർവർ സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളിവിടെ എന്തുണ്ട് ഒരു ജസ്റ്റ് റെസ്പോൺസ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹലോ വേൾഡ് ആണല്ല. ഇത് നമുക്ക് വെബ് പേജിൽ നമുക്ക് വ്യൂ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യണ്ടത്, ഇതേ വിൻഡോ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ലോക്കൽ ഹോസ്റ്റ് നമ്മളെ ഫോൺ നമ്പർ എത്ര 3000. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ വേൾഡ് എന്നല്ല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ പാസ് ഹലോ വേൾഡ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഹലോ വേൾഡ് ഫ്രം നോഡ് ജെഎസ് എന്ന് കൊടുക്കാം. ഇനി ഇവിടെ വന്ന് നോക്കിയാൽ ഡാറ്റ ഉണ്ടാവില്ല. കാരണം എന്താണ്, സെർവർ നമ്മൾ റീസ്റ്റാർട്ട് ആക്കണം ഒന്നും കൂടി. അതായത് സെർവർ നമ്മൾ കില്ല് ചെയ്യുക, ഒന്നും കൂടി റീസ്റ്റാർട്ട് ആക്കാം. ഇനി ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ ഹലോ വേൾഡ് ഫ്രം നോഡ് ജെഎസ്. ഓക്കെ, ഡാറ്റ മോഡ് വിസിബിൾ ആയിട്ടുണ്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്തായാലും നോഡ് ജെഎസിൽ നമ്മൾ ബേസ് ചെയ്ത സെർവർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യൽ. ഓക്കെ, നമ്മൾ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, NPM എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ മൊഡ്യൂൾസ് പറഞ്ഞു. അപ്പോൾ നമ്മൾ മൊഡ്യൂൾസിനകത്ത് എന്തൊക്കെ ഉണ്ട്, ഇൻബിൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾസ് ഉണ്ട്, FS മൊഡ്യൂൾ, OS മൊഡ്യൂൾ, നമ്മൾ ഇൻബിൽട്ട് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ഇതേപോലെ തന്നെ
നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ മൊഡ്യൂൾസ് ഉണ്ട്. അതായത് ഓൾറെഡി കുറേ കോഡ് തന്നെ ചെയ്ത് വെച്ച വർക്കിംഗ് ആയിട്ടുള്ള കുറേ മൊഡ്യൂൾസ്. ഓക്കെ, അത് നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ npm എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് നോഡ് പാക്കേജ് മാനേജർ. ഈ നോഡ് പാക്കേജ് മാനേജർ യൂസ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് തന്നെ പാക്കേജസും ലൈബ്രറീസും അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് മൊഡ്യൂൾസ്. നമുക്ക് കസ്റ്റമായിട്ട് നമുക്കൊരു മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കസ്റ്റമായിട്ട് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഒരു npm യൂസ് ചെയ്തിട്ട് എങ്ങനെ പുറത്തുനിന്നുള്ള ഒരു മൊഡ്യൂളിനെ എങ്ങനെ നമ്മളെ പ്രൊജക്റ്റിലോട്ട് ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം ഈ നോക്കാൻ പോകണം. ഓക്കെ,